ഇന്ന് സ്ട്രേഞ്ചറിൻ്റെ ഒരു 516 MC 516 അപ്പോൾ ഇത് കുറേ കാലം ഓടിയിട്ടുണ്ട്. അപ്പോൾ ഓടി മൂപ്പര് സൈഡായി. അപ്പോൾ ഈ വർക്ക് മാതിരി തന്നെയാണ് എന്ന് വെച്ചാൽ ഇത് ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് റെഡിയാക്കണം. പിന്നെ ഇതിനിതുണ്ടോ, ഇങ്ങനെ 14 ട്രാൻസിസ്റ്ററാണ് ഉള്ളിൽ വരിക. 2N 3773, മേലെ 4 അടിയിൽ ഒരു സൈഡിൽ 3 7, ഇപ്പുറത്ത് കണ്ടോ മേലെ 3 അടിയിൽ 4, 14 ട്രാൻസിസ്റ്റർ. ഇത് പറയുമ്പോൾ ഒരു 500 വാട്ട്സ് 600 വാട്ട്സ് എന്നാണ് പറയുക. പക്ഷേ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കണക്ക് വെച്ച് കൂട്ടുമ്പോൾ 7 × 50 14 ആകുമ്പോൾ 700 വാട്ട്സ് RMS ഉണ്ട്. ഇതിപ്പോൾ ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടതാണ്. അപ്പോൾ അങ്ങനെ എന്താണ് 700 എന്ന് പറഞ്ഞാൽ 700 എന്താണ് RMS ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ക്ലാസ് 7 വരുന്ന ആകുമ്പോഴായതുകൊണ്ട് കുറേ ഹീറ്റിങ്ങിൽ ഒരു 100 വാട്ട്സൊക്കെ അങ്ങോട്ട് പോവും. അപ്പോൾ 600 വാട്ട്സ് എന്തായാലും മാക്സിമം RMS ഔട്ട് ഇതിന് കിട്ടും. അപ്പോൾ 2 സ്ക്വയറൊക്കെ കയറ്റി അലൗൺസ്മെൻറ്റിനൊക്കെ ഉള്ള ഒരു ആമ്പാണിത്. അപ്പോൾ ഇതാണ് നമ്മളെ റീവർക്ക് എന്ന് വെച്ചാൽ ഇത് കാലക്രമേണ ഓടിയിട്ട് ഈ ട്രാൻസിസ്റ്ററുകൾ മൊത്തം വീക്കാവും. കാണുന്നുണ്ടോ, ഇത് പുതിയതാണ് 2N 3773. പിന്നെ നമ്മളിതിൻ്റെ 3 കപ്പാസിറ്ററും മാറും. അപ്പോൾ ഇത് നല്ല പഞ്ചും ഉണ്ടാവും. അപ്പോൾ കുറച്ച് കാലം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഡ്രൈ ആവും ഉള്ളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴും എന്താവും എന്നറിയോ, സൗണ്ട് എന്താണ് വെയിറ്റ് കുറയും, സൗണ്ടിൻ്റെ ആ ഡെപ്ത് കുറയും. അപ്പോഴും നിങ്ങൾ ഈ കപ്പാസിറ്റർ മാറ്റിയിട്ടാലും മതിയാവും. ഇപ്പോൾ ഇത് മൊത്തം ട്രാൻസിസ്റ്ററും കപ്പാസിറ്ററും മാറ്റുകയാണ്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ട്രാൻസിസ്റ്ററോ റെസിസ്റ്റൻസോ എന്തെങ്കിലുമൊക്കെ വീക്കാ പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റും. അപ്പോൾ ഇത് ഫുൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്നറിയോ, ഇതിപ്പോൾ പുതിയത് ആകുമ്പോൾ എങ്ങനെയാണ് ഇറങ്ങിയത് ആ ഒരു ഇതിലേക്ക് ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ്. അപ്പോൾ അടുത്ത വീഡിയോ വരാം.